തമിഴ്നാട് കോയമ്പത്തൂരിൽ വിജയുടെ ജനനായകൻ സിനിമ കേബിൾ ടിവിയിൽ പ്രദർശിപ്പിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. പ്രാദേശിക കേബിൾ ടിവി ഉടമ പളനിസ്വാമിയാണ് അറസ്റ്റിലായത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഴുവൻ പ്രതികളും ജയിൽ മോചിതർ. ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസിനും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകി. കേസിൽ ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് 12 പ്രതികൾക്കും ജാമ്യം ലഭിക്കാൻ കാരണമായത്. 2026 ജനുവരി 14 പ്രത്യേക അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി കെ പി ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നാലെ ജയിലിലേക്ക് മാറ്റിയ പ്രതിയുടെ റിമാൻഡ് 90 ദിവസമായതോടെ സ്വാഭാവിക ജാമ്യം തേടി വിജിലൻസ് കോടതിയെ സമീപിച്ചു. ഹർജി പരിഗണിച്ച കോടതി ഉപാധികളോടെ ശങ്കരദാസിന് ജാമ്യം നൽകി. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പകേസിലും പ്രതിയാണ് ശങ്കരദാസ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ശങ്കരദാസ് പലതവണ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗത്തിനും ജാമ്യം ലഭിച്ചതോടെ കേസിൽ അറസ്റ്റിലായ 12 പ്രതികളും ജയിൽ മോചിതരായി. കേസിലെ പ്രതികളായ മുരാരി ബാബു, ഡി സുധീഷ് കുമാർ, കെ എസ് ബൈജു, എ പത്മകുമാർ, എൻ വാസു, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, എൻ വിജയകുമാർ എന്നിവർക്ക് നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. എസ് ശ്രീകുമാർ, തന്ത്രി കണ്ഠര രാജീവർ എന്നിവർക്ക് റിമാൻഡിൽ കിടക്കവേ ജാമ്യം നൽകിയിരുന്നു. എസ് ജയശ്രീക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകി. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികൾക്കെല്ലാവർക്കും ജാമ്യം ലഭിക്കാൻ കാരണം. മീഡിയ 1 കൊല്ലം.